പ്രിയപ്പെട്ട വിശുദ്ധ ബൈബിള് എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരുപാട് പ്രവചനങ്ങളും അതിന്റെ പൂർത്തീകരണവും നൂറ്റാണ്ടുകൾ കൊണ്ട് അത് ക്രിസ്തുവിൽ നിറവേറി എന്നുള്ളത്. അത് മാത്രമല്ല, ഈ പഴയ നിയമത്തിൽ നടന്ന പല സംഭവങ്ങളും യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ് കാണിക്കുന്നുണ്ട്. നമുക്കറിയാം പ്രവചനങ്ങൾ ഒത്തിരിയുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. അതിന്റെ ഫുൾഫിൽമെന്റും അതിലുണ്ട്. അത് തന്നെ അതിന്റെ ദൈവികത്വത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഹ്യൂമൻലി പോസിബിൾ, അല്ലെ? 1500 years കൊണ്ടൊക്കെ എഴുതിയ ഒരു പുസ്തകം ഓരോ തലമുറകളിലും അല്ലെങ്കിൽ ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴും അതിന്റെ പൂർത്തീകരണം അതിൽ കാണാൻ പറ്റും. സോ അത്രയ്ക്കും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ബൈബിള്. അപ്പോൾ ഈ ബൈബിളിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ നമുക്ക് കാണാം. അതിൽ ഈ ഫിലിസ്തീനയുടെ ദേശത്തേക്ക് സാംസൺ കുറുനിരികളെ എടുത്തിട്ട് അതിൽ 2 കുറുനിരികളെ ചേർത്ത് കെട്ടി അതിന്റെ മണ്ടയിൽ തീപ്പന്തം വെച്ച് ഫിലിസ്തീനയുടെ ദേശത്തേക്ക് അയക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് പോയി അവിടുത്തെ മുഴുവൻ കത്തി നശിപ്പിക്കുകയാണ് ഫിലിസ്തീനയുടെ ദേശത്തെ. പുതിയ നിയമം നമ്മൾ നോക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവൻ പോകേണ്ടിയിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ ഈ 2 പേരെയായിട്ട് അയക്കുന്നു. വെറുതെ അല്ല അയക്കുന്നത്. ക്രിസ്തുവാകുന്ന ലോകത്തിന്റെ പ്രകാശമായ ദൈവവചനമായ ക്രിസ്തു അവന്റെ മുന്നോടി, ആ വചനങ്ങൾ അവൻ ഇവരിൽ കൂടെ, ശിഷ്യന്മാരിൽ കൂടെ എത്തിക്കുകയാണ്. നോക്കിയേ, എന്തിനാണ്? അടിമത്വത്തിൽ, പാപത്തിന്റെ അടിമത്വത്തിൽ, പിശാചിന്റെ ആധിപത്യത്തിലായിരുന്ന ജനതയെ വിമോചിപ്പിക്കാൻ, അതായത് പിശാചിന്റെ ആധിപത്യത്തെ കത്തിച്ചാമ്പലാക്കാൻ. അപ്പൊ നോക്കിയേ, പഴയ നിയമത്തിൽ കാണുന്ന ഓരോ സംഭവങ്ങൾ പോലും ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കുന്നത് കാണാൻ പറ്റും ഇൻ ദ ഫുൾനെസ്. ഒരിക്കലും ഒരു ഫിസിക്കൽ മീനിങ് ആണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ കാണുന്നത് അതിനൊരു സ്പിരിച്വൽ മീനിങ്ങും അത് അതിൻ്റെ ഫുൾനെസ്സിലുമാണ്. ഇത് ദൈവത്തിനല്ലാതെ മറ്റാർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും? ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.